റിട്ടയർഡ് എസ് പി സുഭാഷ് ബാബു നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. സുഭാഷ് ബാബു, ഈ ഒരു സംഭവം ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ കഴിയില്ല. ഏതാനും മാസം മുമ്പാണ് ഒരു TTE ട്രെയിനിൽ തള്ളിയിട്ട് വന്നത്. ഈ പോലീസ് സുരക്ഷ ട്രെയിനുകളിൽ ഏർപ്പെടുത്തുക എന്നുള്ളത് ഇത്ര ലൂസായിട്ടുള്ളൊരു കാര്യമായി മാറിയോ? പോലീസ് സുരക്ഷ എന്ന് പറയുമ്പോൾ പോലീസ് അല്ലാതെ അവിടെ സുരക്ഷ കൊടുക്കാൻ വേറെ ആള് പോലീസും റെയിൽവേ പോലീസ്, അതായത് പോലീസിന്റെ റെയിൽവേ വിഭാഗവും അതുപോലെ തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സുമാണ് കാര്യമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ഉള്ള പ്രധാന കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ഒന്നുകിൽ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ അതല്ലെങ്കിൽ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഈ പ്രശ്നങ്ങൾ അധികം ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ സൗമ്യ കേസായാലും അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് സംഭവങ്ങൾ ഉണ്ടാവും. ആ സംഭവങ്ങൾ അമര്യാദയായിട്ട് പെരുമാറുക, അതുപോലെ തന്നെ സ്ത്രീകളെ ഏതെങ്കിലും രീതിയിൽ ശാരീരികമായി പീഡിപ്പിക്കുക എന്നൊക്കെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഒഴിവാക്കണമെങ്കിൽ പോലീസിന്റെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ സാന്നിധ്യം ഉണ്ടാവണം. നമ്മൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും കാരണവശാൽ കയറി പറ്റിയാൽ പോലും അതിനകത്ത് എങ്ങനെയുള്ള സംവിധാനങ്ങളോ അവിടുത്തെ പോലീസിന്റെയോ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെയോ സാന്നിധ്യം ഉണ്ടാകാറില്ല എന്നുള്ളതൊരു സത്യമാണ്. അതുകൊണ്ട് നമ്മൾ വാക്കിൽ പറഞ്ഞിട്ടല്ല, പ്രായോഗികമായിട്ട് ഇത് ചെയ്ത് ഇങ്ങനെയുള്ള സാമൂഹ്യ ദ്രോഹികളെയും ആക്രമണകാരികളെയും അവിടുന്ന് ഒഴിവാക്കുന്ന ഒരു സംവിധാനം ഇല്ല എന്ന് നമ്മൾ പരസ്യമായിട്ട് സമ്മതിക്കേണ്ടി വരും. ഇതുകൊണ്ട് നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രാവർത്തികമായിട്ട് അത് ജനങ്ങൾക്ക് അനുഭവേദ്യമാകുമ്പോൾ മാത്രമേ സുരക്ഷിതത്വ ബോധം ജനങ്ങളിൽ ഉണ്ടാവുന്നത്. അതാണ് പോലീസിന്റെ അടിസ്ഥാന തത്വം. അതായത് പോലീസിന്റെ യൂണിഫോംഡ് പോലീസിന്റെ സാന്നിധ്യം കൊണ്ട് അവരിലേക്ക് സുരക്ഷിത ബോധം കടത്തിവിടാൻ പോലീസിന്റെ സാന്നിധ്യം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സാധിക്കുന്ന അവസരത്തിൽ മാത്രമേ നമ്മൾ സുരക്ഷിത ബോധം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അരക്ഷിത ബോധമാണ് പൊതുവെ ഉണ്ടാകുന്നത്. അത് റെയിൽവേയിൽ യാത്രയിൽ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. നമുക്ക് എല്ലാ സ്ഥലത്തും അതുകൊണ്ടാണ്. അതിന് പ്രത്യേകമായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നു. ട്രെയിന് കൂടുതൽ വരുന്നുണ്ട്, യാത്രക്കാർ കൂടുന്നുണ്ട്. പക്ഷേ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെയും കേരള പോലീസിന്റെ റെയിൽവേ വിഭാഗത്തിന്റെയും അംഗസംഖ്യ കൂടുന്നില്ല എന്നുള്ളത് അവരുടെ കാര്യമാണ്, അത് സത്യവുമാണ്. പക്ഷെ അത് ഫലപ്രദമായി എങ്ങനെ ചെയ്യാം, ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇതേമാതിരി അക്രമങ്ങൾ ഉണ്ടാകുന്നത് തിരിച്ചറിഞ്ഞ് അവിടെ പ്രത്യേകം ശ്രദ്ധ പതിക്കാതെ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴെങ്കിലും ആളുകൾ പോയത് കൊണ്ട് കാര്യമില്ല. അവിടെ മോഷണമോ അതേമാതിരി വേറെ ഏതെങ്കിലും രീതിയിലുള്ള ധിക്കാരപരമായ സംസാരമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ ഇതേമാതിരി പ്രശ്നങ്ങള്, സുരക്ഷിത പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാകുന്നത് മുഴുവൻ ഈ ജനറൽ കമ്പാർട്ട്മെന്റുകളിലും അതുപോലെ തന്നെ ഈ സ്ത്രീകളുടെ പ്രത്യേകമായിട്ട് കോച്ചുകളിലുമാണ് ഉണ്ടാവുന്നത്. അവിടെ അവരുടെ സാന്നിധ്യത്തിന്റെ അഭാവം തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കുന്നതിനും ഈ വലിയ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ അതിൽ നിന്ന് നമ്മുടെ സംവിധാനങ്ങൾ അത് പഠിക്കാത്തതുമാണ് ഇതിന്റെ പ്രധാന ന്യൂനത എന്ന് എനിക്ക് തോന്നുന്നു.